Hi guys, welcome back to IMMU'S lecture. So, we will discuss toll-like receptors. So, toll-like receptors I just want to say about PAMP and PRR. Already it's a video, but I will So, PAMP is a pathogen. This is an antigen, a bacteria. That pathogen associated molecular patterns. It can be lipopolysaccharide. Lipopolysaccharide ആവാം ഗ്ലൈക്കോലിപ്പിഡ് ആവാം അങ്ങനെ എന്തെങ്കിലും ആവാം അവരുടെ സർഫസിനകത്തുള്ള അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പാറ്റേൺസ് ആണ് PAMP എന്ന് പറയുന്നത് ആൻഡ് PRR എന്ന് പറയുന്നത് which can be seen on the phagocytic cells like macrophages അവരുടെയൊക്കെ സർഫസിനകത്ത് PRR ഉണ്ട്. PRR എന്ന് പറയുന്നത് ഈ പാറ്റേൺസുകളെ ഇങ്ങനത്തെ പാറ്റേൺസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് എന്നാണ്. സോ ഇങ്ങനത്തെ കുറച്ച് പാറ്റേൺസുകളെ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ആ റിസപ്റ്റേഴ്സിനെ കുറച്ച് കഴിവ് വേണം. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ PRR ഉണ്ടാവുള്ളൂ. സോ ഈ പാറ്റേൺസുകളെ റെക്കഗ്നൈസ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് PRR എന്ന് പറയുന്നത്. സോ അതാണ് ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സിന്റെ. അപ്പൊ ഇതാണ് പാമ്പും PRRും. ഇനി ഞാൻ പറയാൻ പോകുന്ന ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സിന് ഈ PRRന്റെ സെയിം ഫംഗ്ഷൻ ആണ്. അവരുടെ ഫാമിലിയിൽ വരുന്ന ഒരാളാണ് ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ഫാഗോസൈറ്റിക് സെൽസ് അവരുടെയൊക്കെ മെംബ്രെയിനിൽ കാണും. അപ്പൊ ഇവരുടെയൊക്കെ മെംബ്രെയിനിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ആന്റിജൻ കയറി വന്നു കഴിഞ്ഞാൽ അവരെ റെക്കഗ്നൈസ് ചെയ്യും. ഇവർ റിസപ്റ്റേഴ്സ് ആണ്. ഈ ആന്റിജനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ്. ഇത് മനസ്സിലായില്ലെങ്കിൽ അത് അപകടമായിരിക്കും നമ്മുടെ സെൽസിന്. സോ അതാണ് ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ്. ഈ ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെംബ്രെയിൻ സ്പാനിങ് പ്രോട്ടീൻസ് ആണ്. അതായത് മെംബ്രെയിനുകളിൽ സ്പാൻ ചെയ്ത് നിൽക്കുന്ന കുറച്ച് പ്രോട്ടീൻസ് ആണ്. സോ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് അവർക്കുള്ളത്. സോ ഇതൊരു മെംബ്രെയിൻ ആണെന്ന് വിചാരിക്കണം. ആ മെംബ്രെയിനിൽ സ്പാൻ ചെയ്ത് നിൽക്കുന്ന കുറച്ച് പ്രോട്ടീൻസ് ആണ് ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ് എന്നുള്ളത്. ആൻഡ് ഇവർക്ക് ഒരു ലൂസിൻ റിച്ച് റിപ്പീറ്റ്സ് ഉണ്ടാകും. ഇവിടെ നമുക്ക് ലൂസിൻ റിച്ച് റിപ്പീറ്റ്സ് കാണാം. ഇങ്ങനത്തെ ഒരുപാട് ലൂസിൻ റിച്ച് റിപ്പീറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമുക്ക് ഇവരുടെ എക്സ്ട്രാ സെല്ലുലർ റീജിയൻ. ഇത് അവരുടെ മെംബ്രെയിൻ കഴിഞ്ഞിട്ട് അവരുടെ സൈറ്റോസോളിക് റീജിയൻ, അതായത് ഒരു സെല്ലിന്റെ ഒരു മെംബ്രെയിന്റെ പുറത്തുള്ള റീജിയൻ ഉണ്ടാകും. ഇത് പുറത്തുള്ള റീജിയൻ ആൻഡ് ഇത് കുറച്ച് അകത്തുള്ള റീജിയൻ, അതായത് സൈറ്റോസോളിക് റീജിയൻ. ഈ സൈറ്റോസോളിക് റീജിയനിൽ നമുക്ക് ഒരു TIRനെ കാണാൻ പറ്റും. TIR എന്ന് പറയുന്നത് ടോൾ ഇന്റർലൂക്കിംഗ് റിസപ്റ്റേഴ്സ് ആണ്. അത് വേറെ കുറച്ച് റിസപ്റ്റേഴ്സ് ആണ്, പക്ഷെ അത് ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സ് അല്ല, ടോൾ ഇന്റർലൂക്കിംഗ് റിസപ്റ്റേഴ്സ്. ടോൾ ഇന്റർലൂക്കിംഗ് റിസപ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്നാന്ന് വെച്ചാൽ ഈ ഒരു സൈറ്റോസോളിക് സൈഡിലേക്കാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുത്തു. ഒരാൾ പറഞ്ഞു ടോൾ-ലൈക്ക് റിസപ്റ്റേഴ്സിന്റെ ഈ ഒരു റീജിയൻസിന് മനസ്സിലായി, ആന്റിജൻ കയറി വന്നാൽ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അകത്തേക്ക് സിഗ്നൽ കൊടുക്കണം. ന്യൂക്ലിയസിന്റെ അകം വരെ സിഗ്നൽ കിട്ടണം, അങ്ങനെ ഒരാൾ കയറിയിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നൽ. അങ്ങനാലാണ് ന്യൂക്ലിയസിന് കുറച്ച് പ്രോട്ടീൻസ് റിലീസ് ചെയ്തിട്ട് ആ വന്ന ആന്റിജനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. സോ ഈ വന്നേക്കുന്ന TIR, സോ ഈ ടോൾ ഇന്റർലൂക്കിംഗ് റിസപ്റ്റേഴ്സിലേക്കായിരിക്കും വേറെ കുറച്ച് അഡാപ്റ്റഡ് പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. സോ ഇത് ആക്ട് ആസ് ഒരു ബൈൻഡിങ് സൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതിലേക്ക് കുറെ പ്രോട്ടീൻസ് ആഡപ്പ് ചെയ്യും. ഒരു കാസ്കേഡ്സ് ഓഫ് പ്രോട്ടീൻസ് ഇവിടെ വന്ന് ആഡ് ചെയ്യും. ലാസ്റ്റ് അത് കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. സോ വി ക്യാൻ ജസ്റ്റ് ലുക്ക് ഔട്ട്. സോ ഇങ്ങനെ കുറേ പ്രോട്ടീൻസുകൾ ഈ ഒരു റീജിയനിൽ വന്ന് അറ്റാച്ച് ചെയ്യും. സോ ഇവിടെ ഈ ഒരു സൈറ്റ് എന്ന് പറയുന്ന കുറേ പ്രോട്ടീൻസിന് വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സൈറ്റ് ആണ്. അങ്ങനെ ഓരോരുത്തരും മറ്റൊരു ആക്ടിവേറ്റ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകും, വിച്ച് ഇസ് കോൾഡ് NF kappa beta, AP1, IRF. ഇങ്ങനത്തെ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്നാണ്. അപ്പൊ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകും. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആക്ടിവേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ ലീഡ് ചെയ്യും. ഓക്കെ, സോ അവര് സൈറ്റോസോളിൽ നിന്ന് അവര് ന്യൂക്ലിയസിനകത്തോട്ട് വരും. ന്യൂക്ലിയസിൽ ചെന്നിട്ട് DNA വന്ന് അറ്റാച്ച്ഡ് ആകും. സോ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് DNAയിൽ വന്ന് അറ്റാച്ച്ഡ് ആകും. എന്നിട്ട് mRNA ഫോം ചെയ്യും. ഓക്കെ, ഈ mRNA ആയിക്കഴിഞ്ഞാൽ mRNA സൈറ്റോസോളിലോട്ട് വരും. ദാറ്റ് ഇസ് ദ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് വഴി. സോ അവരെ കുറച്ച് പ്രോട്ടീൻസ് സൈറ്റോസോളിൽ സിന്തസൈസ് ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ഇന്റർഫെറോൺ ആൽഫ, ഇന്റർഫെറോൺ ബീറ്റ. അത് AP1. ഓക്കെ, സോ ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ നമ്പർ AP1 എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഇന്റർഫെറോൺ ആൽഫയും ഇന്റർഫെറോൺ ബീറ്റയും ഫോം ചെയ്യും. ഇനി ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ നെയിംഡ് NF kappa beta. NF kappa beta എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ സൈറ്റോകൈൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടുവരും, അതായത് സിന്തസൈസ് ചെയ്യും. സോ
നെക്സ്റ്റ് വൺ IRF. IRFിൽ നിന്ന് ഫോം ചെയ്യുന്ന IRF എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിൽ നിന്ന് ഫോം ചെയ്യുന്ന പ്രോട്ടീൻ വിച്ച് ഇസ് കോൾഡ് ഇന്റർഫെറോൺസ്. സോ ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ള ഈ പ്രോട്ടീൻസ് വിച്ച് ക്യാൻ ബി ഇന്റർഫെറോൺ ആൽഫ, ഇന്റർഫെറോൺ ബീറ്റ, സൈറ്റോകൈൻസ്, ഇന്റർഫെറോൺസസ്, ഇവരെല്ലാം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്നും കൂടെ ആക്ടിവേറ്റ് ചെയ്യും. വേറെയുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കും. ഇമ്മ്യൂൺ റെസ്പോൺസ് അവിടെ ക്രിയേറ്റഡ് ആവും. ആൻഡ് അതർ ലിംഫോസൈറ്റ്സ്, അതർ മാക്രോഫേജസ്, അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ഒരു അലാറം കൊടുക്കും ഇങ്ങനെ അവിടെ ആന്റിജൻ കയറിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ ആക്ടിവേറ്റ് ലിംഫോസൈറ്റ്സസ്. പിന്നെ ഇവർ ഇൻഫ്ലമേഷൻ റിസൾട്ട് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ബാക്കിയുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഇവിടെ കൂടും. സോ ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ഇൻ ടോൾ-ലൈക്ക് റിസപ്റ്റർ. സോ ഈ ഒരു TIR, ഇവിടെ ഒരു TIR ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഒരു TIRൽ വന്ന് അറ്റാച്ച് ആവാൻ പറ്റുന്ന 2 അഡാപ്റ്റർ പ്രോട്ടീൻസിൽ ഒരാളാണ് MYD88. ആ MYD88നെ ഇങ്ങോട്ടത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് TRAP ആണ്. എന്നാൽ ഇവിടെ വേറൊരു അഡാപ്റ്റർ വന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് അഡാപ്റ്റർ ഈസ് കോൾഡ് TRIF. സോ TRIF ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനെ ഇങ്ങോട്ടത്തേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് വേറൊരാളുണ്ട്, ദാറ്റ് ഇസ് TRAM. സോ MYD88 ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് TRAP ആണ്, TIRAP ആണ്. ആൻഡ് TRIF എന്ന് പറഞ്ഞ ഒരു അഡാപ്റ്റഡ് പ്രോട്ടീൻസ് ആണ് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് TRAM ആയിരിക്കും. സോ ഇപ്പൊ ഇവിടെ MYD88 വന്ന് അറ്റാച്ച് ചെയ്താൽ സംഭവിക്കുന്നതാണ് ഇവിടെ പറയുന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവര് IRACനെ ആക്ടിവേറ്റ് ചെയ്യും. IRAC ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ സോ ഇവിടെ IRAC TRAF6നെ ആക്ടിവേറ്റ് ചെയ്യും. TRAF6 എന്താ ചെയ്യണമെന്ന് വെച്ചാൽ TRAF6 ടാബിനും നിമോ എന്ന് പറഞ്ഞ പ്രോട്ടീൻസിനും യൂബിക്വിറ്റിനേറ്റ് ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ടാബിനാണ് യൂബിക്വിറ്റിനേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ TAC1 ഗെറ്റ് ആക്ടിവേറ്റഡ് ആവും. കാരണം യൂബിക്വിറ്റിൻ എവിടെ ആഡ് ചെയ്താലും അവിടെ അത് ഡിസ്ട്രക്ഷൻ ആവാനുള്ള ഒരു ഇതായിരിക്കും. സോ TAC1 ഇനാക്ടിവേറ്റ് ആയിട്ടായിരിക്കും ആദ്യം ഇരിക്കുന്നത്. വെൻ ടാബ് ഗെറ്റ് യൂബിക്വിറ്റിനേറ്റഡ്, ടാബ് അവിടെ നിന്ന് പോകും. അപ്പോൾ TAC ഗെറ്റ് ആക്ടിവേറ്റഡ് ആകും. സോ വൺസ് TAC ഗെറ്റ് ആക്ടിവേറ്റഡ്, TAC എന്ന് പറഞ്ഞ ഒരു കൈനേസ് ആണ്, K എന്നുള്ളത് കൈനേസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ അതുപോലെ തന്നെ വെൻ TRAF6 ആക്ടിവേറ്റ് ആയി കഴിഞ്ഞപ്പോൾ ടാബിനും യൂബിക്വിറ്റിനേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നിമോ എന്ന് പറഞ്ഞ പ്രോട്ടീനെയും യൂബിക്വിറ്റിനേറ്റ് ചെയ്തു. വൺസ് നിമോ ഗെറ്റ് യൂബിക്വിറ്റിനേറ്റഡ്, ടാബ് യൂബിക്വിറ്റിനേറ്റ് ആയിട്ട് പോയപ്പോൾ TAC ഗെറ്റ് ആക്ടിവേറ്റഡ് ആയി. കാരണം അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ആയി മാറി. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ടാബ് ഇറങ്ങിപ്പോയി ആൻഡ് TAC ഗെറ്റ് ആക്ടിവേറ്റഡ് ആയി. സോ ഹി ബിക്കം ഫ്രീ ആയി. അതുപോലെ തന്നെയാണ് ഇവിടെ നിമോ ഗെറ്റ് യൂബിക്വിറ്റിനേറ്റ് ആയപ്പോൾ IKK കോംപ്ലക്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആയി. I കാപ്പ ആൽഫ ആൻഡ് I കാപ്പ ബീറ്റ എന്ന് ഒരു പറഞ്ഞേക്കുന്ന 2 ആൾക്കാരെ ഒരുമിച്ച് പറയുന്നതാണ് IKK കോംപ്ലക്സ് എന്ന് പറയുന്നത്. സോ അത് ആക്ടിവേറ്റഡ് ആയി. അതുപോലെ തന്നെ ഇവിടെ TAC1 ആക്ടിവേറ്റ് ആയ സമയത്ത്, വെൻ ടാബ് ഇറങ്ങിപ്പോയി TAC1 ആക്ടിവേറ്റ് ആയ സമയത്ത് അവൻ ഒരു പരിപാടി കൂടി ചെയ്യുന്നുണ്ട്. IKK കോംപ്ലക്സിന്റെ ഡയറക്റ്റ് ആയിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതോടുകൂടിയും സോ TAC1 നേരെ ഈ IKK കോംപ്ലക്സിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുവഴിയും ഈ IKK കോംപ്ലക്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് ആവും. വൺസ് IKK കോംപ്ലക്സ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ NF കാപ്പ ബീറ്റ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഇനാക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതിൻ്റെ കൂടെ I കാപ്പ ബീറ്റ ഉണ്ട്. സോ ഈ I കാപ്പ ബീറ്റ ഇരിക്കുന്നിടത്തോളം NF കാപ്പ ബീറ്റ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് IKK കോംപ്ലക്സിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ I കാപ്പ ബീറ്റനെ സെപ്പറേറ്റ് ചെയ്തിട്ട് NF കാപ്പ ബീറ്റനെ ഫ്രീ ആക്കുക, ആക്ടിവേറ്റ് ചെയ്യുക. സോ IKK കോംപ്ലക്സിന്റെ ഫുൾ ഫോം തന്നെ I കാപ്പ ബീറ്റ കൈനേസ് എന്നാണ്. I കാപ്പ ബീറ്റ, അതായത് ഈ ഒരു സാധനത്തിനെ കൈനേസ് ചെയ്യുക. സോ I കാപ്പ ബീറ്റ കൈനേസ് എന്നാണ് IKK കോംപ്ലക്സിന്റെ ഫുൾ നെയിം. അപ്പോൾ I കാപ്പ ബീറ്റനെ കൈനേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ IKK കോംപ്ലക്സ് ഈ I കാപ്പ ബീറ്റയ്ക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവിടെ ആക്ടിവേഷൻ ആയിരിക്കും നടക്കുന്നത്, ചിലപ്പോൾ അവിടെ ഇനാക്ടിവേഷൻ ആയിരിക്കും നടക്കുന്നത്. ഇൻ കേസ് ടാബ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് IKK കോംപ്ലക്സിന് ആഡ് ചെയ്ത ടൈമിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ IKK കോംപ്ലക്സ് I കാപ്പ ബീറ്റയ്ക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തപ്പോൾ അത് ഇനാക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോ പ്രോട്ടീൻ അനുസരിച്ചും അത് ഡിഫറൻറ്റ് ആയിരിക്കും. സോ ഇവിടെ
ഐ കാപ്പ ബീറ്റ കൈനേസ് എന്ന് പറയുന്ന IKK കോംപ്ലക്സ് ഇവനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്തു. ഞാൻ IKK കോംപ്ലക്സ് എന്ന് പറയാം. സോ IKK കോംപ്ലക്സ് ഐ കാപ്പ ബീറ്റയ്ക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് NF കാപ്പ ബീറ്റനെ ഫ്രീ ആക്കി. സോ ഇത് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. ആക്ടിവേറ്റ് ആയാൽ തന്നെ പെട്ടെന്ന് തന്നെ ന്യൂക്ലിയസിലെത്തും. ന്യൂക്ലിയസ് എത്തിക്കഴിഞ്ഞാൽ റിലീസ് സൈറ്റോകൈൻസ്, കീമോകൈൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് റിലീസ് ചെയ്യും. അങ്ങനെ അവിടെ ഇമ്മ്യൂൺ സിസ്റ്റം റെഗുലേറ്റഡ് ആക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 4 അത് ലിപ്പോപോളിസാക്കറൈഡ്സുകൾ റെക്കഗ്നൈസ് ചെയ്തു. ഫസ്റ്റ് അവർ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സിഗ്നൽസ് അകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ സൈറ്റോസോളിക് പ്ലേസിൽ അവിടെ ഒരു ടോൾ ഇൻ്റർലൂക്കിംഗ് റിസപ്റ്റർ ദാറ്റ് ഇസ് TLR ഡൊമൈൻ ഉണ്ട്. ആ സ്ഥലത്തേക്കായിരിക്കും കുറച്ച് വേറെ അഡാപ്റ്റർ പ്രോട്ടീൻസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. വേറെ അഡാപ്റ്റർ പ്രോട്ടീൻസിന് വന്ന് ഇരിക്കണമെങ്കിൽ ഈ ഒരു സൈറ്റ് മാത്രമേ ഉള്ളൂ. സോ സെക്കൻഡ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ MYD88 എന്ന് പറഞ്ഞൊരു അഡാപ്റ്റർ പ്രോട്ടീൻ ആയിരിക്കും TLR ഡൊമൈനിൽ ആദ്യം ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം വേറെയുള്ള അഡാപ്റ്റർ പ്രോട്ടീൻസുകൾ വന്ന് അവിടെ ആഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് 10ഓളം ടൈപ്പ് ഓഫ് ടോളറേറ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ അതെല്ലാം പ്ലാസ്മ മെമ്പറിയിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ എൻഡോസോംസിലും കാണാൻ പറ്റും. ആദ്യം കാണിച്ചേക്കുന്നതാണ് നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ, പിന്നെ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ എൻഡോസോംസ് അല്ലെങ്കിൽ ലൈസോസോംസ്. സോ ഫസ്റ്റ് നമുക്ക് പ്ലാസ്മ മെമ്പറൈനിലുള്ള ടോളറേറ്റ് റിസപ്റ്റേഴ്സ് പറയാം. സോ ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 4, ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 4, 2 4കളാണ് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതാണ് 2 4 കാണിക്കുന്നത്. അപ്പോൾ അവർ ഹോമോഡൈമർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഇവിടെ വരുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആയിരിക്കും. സെക്കൻഡ് ടോളറേറ്റ് റിസപ്റ്റർ നോക്കുമ്പോൾ അവിടെ 2ഉം 1ഉം ആണ് അവിടെ ചേർന്നേക്കുന്നത്. അതായത് അവിടെ ബാക്ടീരിയയും പാരസൈറ്റ്സും ആണ് അവിടെ വരുന്നത്. സോ നെക്സ്റ്റ് അവിടെ വരുന്നത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് ഫഞ്ചി ആയിരിക്കും. ഇവിടുത്തെ ടോളറേറ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 2 and 6 ആയിരിക്കും. അപ്പോൾ 2 1ഉം 2 6 ഒക്കെ വരുന്നത് ഹെട്രോഡൈമർ ഫോമിലായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലജലേറ്റഡ് ബാക്ടീരിയ ആണ്. ആ ഫ്ലജലേറ്റഡ് ബാക്ടീരിയ വരുന്നതെങ്കിൽ അവിടുത്തെ ടോളറേറ്റ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5 and 5 ആയിരിക്കും. സോ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വരുന്ന ബാക്ടീരിയ അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെമ്പറിയിലുള്ള ടോളറേറ്റ് റിസപ്റ്റേഴ്സ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ന ബാക്ടീരിയയ്ക്ക് ഇന്ന ടോളറേറ്റ് റിസപ്റ്റേഴ്സ്, അതൊരു സ്പെസിഫിക്നെസ് അവിടെ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ലൈസോസോംസ് അതുപോലെ തന്നെ നമ്മുടെ എൻഡോസോംസിലുള്ള ടോളറേറ്റ് റിസപ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് കുറച്ച് വൈറസുകളെ ആയിരിക്കും. സോ നമ്മുടെ പ്ലാസ്മ മെമ്പറിയിൽ കുറച്ച് ടോളറേറ്റ് റിസപ്റ്ററുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും അകത്ത് കയറി കടന്നാൽ അവരെ നേരിടാനാണ് എൻഡോസോംസ് ലൈസോസോംസിൽ ടോളറേറ്റ് റിസപ്റ്റേഴ്സുകൾ നിർത്തിയേക്കുന്നത്. ഓക്കെ, സോ വൈറൽ പ്രോട്ടീൻസിനെ നേരിടാനാണ് ടോളറേറ്റ് റിസപ്റ്റേഴ്സ് നമ്പർ 4 ഹോമോഡൈമർ, അതായത് 2 ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 4 ചേർന്ന് ഒരു ഹോമോഡൈമർ അവിടെ നിൽക്കുന്നത് വൈറൽ പ്രോട്ടീൻസിനെ നേരിടാനാണ്. ഇൻ കേസ് അത് വൈറൽ ഡബിൾ സ്ട്രാൻഡഡ് RNA ആണെങ്കിൽ അവിടുത്തെ ടോളറേറ്റ് റിസപ്റ്റർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 3 and 3. ആൻഡ് ഇൻ കേസ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ അത് 7 ആയിരിക്കും. അവിടുത്തെ ടോളറേറ്റ് റിസപ്റ്ററിൻ്റെ ഹോമോഡൈമർ എന്ന് പറയുന്നത് 7 ആയിരിക്കും. ആൻഡ് ഇൻ കേസ് അത് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ അവിടെ വേറൊരു ടോളറേറ്റ് റിസപ്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് നമ്പർ 8. ആൻഡ് ഇൻ കേസ് അത് ബാക്ടീരിയൽ ഓർ വൈറൽ DNA ആണെങ്കിൽ അത് ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 9 ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ആൾക്കാരനുസരിച്ചിട്ടും ടോളറേറ്റ് റിസപ്റ്റേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്. സോ ഇവിടുത്തെ ടോളറേറ്റ് റിസപ്റ്റർ നമ്പർ 2 and 1 ഹെട്രോഡൈമർ ആണ്. അപ്പോൾ ഇവിടെ ബാക്ടീരിയ അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കും ഈ ഒരു റിസപ്റ്ററിൽ വന്ന് അറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് MYD88 ആയിരിക്കും. സോ MYD88 ആദ്യം അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അവനെ ആദ്യം അവിടെ കൊണ്ട് നിർത്തണം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് TI റാപ്പ്. അപ്പോൾ TI റാപ്പാണ് MYD88 അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യിക്കണം, അവിടെ എത്തിക്കുന്നത്. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ MYD88 റാക്കുകളെ ആക്ടിവേറ്റ് ചെയ്യും. അതൊരു കൈനേസ് ആണ്. സോ ഈ കൈനേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് TRAF6 കൊടുക്കും. അങ്ങനെ TRAF6 ആക്ടിവേറ്റഡ് ആവും. സോ വൺസ് TRAF6 ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർ ടാബിന് യൂബിക്വിറ്റിൻ ആഡ് ചെയ്യും. ടാബ് യൂബിക്വിറ്റിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ടാബും TAC1 ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അപ്പോൾ ടാബിന് യൂബിക്വിറ്റിൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ TAC1 നിന്ന് അത് വേർതിരിഞ്ഞു പോയി. അങ്ങനെ TAC1 ഗെറ്റ് ആക്ടിവേറ്റഡ് ആയി. സോ വൺസ് TAC1 ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അവൻ മാപ്പ് കൈനേസ് പാത്വേനെയും അതുപോലെ IKKനെയും ആക്ടിവേറ്റ് ചെയ്യും. സോ IKK കോംപ്ലക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കോംപ്ലക്സ് ആണ്. അപ്പോൾ IKKനെ ആക്ടിവേറ്റ് ചെയ്യും, അതുപോലെ മാപ്പ് കൈനേസ് പാത്വേനെയും ആക്ടിവേറ്റ് ചെയ്യും.
IKK എന്ന് പറയുന്നത് ഐ കാപ്പ ബീറ്റ കൈനേസ് ആണ്. അപ്പോൾ അവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ NF കാപ്പ ബീറ്റ എപ്പോഴും ഇരിക്കുന്നത് ഒരു ഇൻഹിബിറ്ററിൻ്റെ കൂടിയാണ്. അവനൊരു NF കാപ്പ ബീറ്റ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഒരു ഇൻഹിബിറ്ററിൻ്റെ കൂടെ അള്ളിപ്പിടിച്ചായിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. കാരണം എപ്പോഴും അവൻ ഇനാക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആക്റ്റീവ് ആവേണ്ട സമയത്ത് മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ. സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ IKK കോംപ്ലക്സ് അത് ഐ കാപ്പ ബീറ്റയ്ക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. അങ്ങനെ അവനെ ഇറക്കി വിടും NF കാപ്പ ബീറ്റയിൽ നിന്ന്. അങ്ങനെ നമ്മുടെ NF കാപ്പ ബീറ്റ ആക്ടിവേറ്റഡ് ആകും. അറിയാം, അത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. സോ ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്താ ചെയ്യണത്? അവൻ നേരെ ന്യൂക്ലിയസിനകത്തോട്ട് പോകും. ന്യൂക്ലിയസിനകത്ത് ചെന്നതിന് ശേഷം അവർ കുറച്ച് ട്രാൻസ്ക്രിപ്ഷനിൽ DNA പോയിരിക്കും. അങ്ങനെ അവരുടെ ട്രാൻസ്ലേഷൻ ഒക്കെ നടന്ന് കുറച്ച് പ്രോട്ടീൻ ഫോം ചെയ്യും. അതാണ് ഇൻഡർഫെറോൺ ബീറ്റ അല്ലെങ്കിൽ ഇൻഡർഫെറോൺ ആൽഫ എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ വേറെ കുറച്ച് പ്രോട്ടീൻസ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ആൻറ്റി മൈക്രോബിയൽസ്, അതുപോലെ സൈറ്റോകൈൻസ്, കീമോകൈൻസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്നും കൂടെ റെഗുലേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മുടെ ടാക് 1 നമ്മുടെ മാപ്പ് കൈനേസ് പാത്വേനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ മാപ്പ് കൈനേസ് പാത്വേയിൽ നിന്ന് മാപ്പ് കൈനേസ് ന്യൂക്ലിയസിൽ ചെല്ലും. ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? AP1 ഉണ്ട്. സോ AP1 എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ അവർ ട്രാൻസ്ലേഷൻ നടത്തി ഇൻഡർഫെറോൺ ബീറ്റ, ഇൻഡർഫെറോൺ ആൽഫ, അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽസ്, സൈറ്റോകൈൻസ്, ഇതെല്ലാം തന്നെ കീമോകൈൻസ്, സൈറ്റോകൈൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെഗുലേറ്റ് ചെയ്യും. വേറെയുള്ള ലിംഫോസൈറ്റ്സുകളെ ആക്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു ആൻറ്റിജൻ കയറിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഗൈസ്.